Success Academy YouTube channel. അപ്പോൾ നമുക്ക് ഇന്നത്തെ current affairs എന്തൊക്കെയാണെന്ന് നോക്കാം. Moving on to the first question. Which firm has become the most valuable publicly traded firm in market capitalization? Market capitalization most valuable publicly traded company ഏതാണെന്നാണ് ചോദിക്കുന്നത്. Microsoft. Microsoft ആണ് most valuable ആയിട്ടുള്ള publicly traded firm എന്ന് പറയുന്നത്. ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2.49 ട്രില്യൺ ആണ്. സെക്കൻഡ് പ്ലേസിൽ ആപ്പിൾ ആണ്. ആപ്പിളിനെ ഇവർ സർപ്പാസ് ചെയ്ത് 2.49 ട്രില്യൺ ആണ് ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്. മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The Indian Navy has signed an MOU with which bank for defense service salary package? Defense service salary package provide ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ നേവി ഏത് ബാങ്കുമായിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആക്സിസ് ബാങ്ക്. ഇന്ത്യൻ നേവിയും ആക്സിസ് ബാങ്കുമാണ് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തത്. ഇതനുസരിച്ച് ആക്സിസ് ബാങ്ക് ആണെങ്കിൽ വേരിയസ് സർവീസ് ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. So our option is option D, Axis Bank. Now moving on to the third question. To achieve sustainable development in small island developing states, where did Prime Minister Narendra Modi launch the infrastructure for the resilient island state? Infrastructure for the resilient island state എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവ് നരേന്ദ്രമോദി എവിടെ വെച്ചാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ഗ്ലാസോയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തത്. COP26 ഗ്ലാസോയിൽ വെച്ചാണ് COP26 വെച്ചിട്ടാണ് അദ്ദേഹം ലോഞ്ച് ചെയ്തത് ഈ ഇനിഷ്യേറ്റീവ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ റിസൈലന്റ് ഐലൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ താഴെ വരുന്നതാണ്. Coalition for Disaster Resilient Infrastructure 2019 UN ജനറൽ അസംബ്ലിയിൽ നമ്മുടെ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തൊരു ഇനിഷ്യേറ്റീവാണ്. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ക്ലൈമറ്റ് ഇനീഷ്യേറ്റീവ് ആയിരുന്നു കോയിലേഷൻ ഫോർ ഡിസാസ്റ്റർ റിസൈലന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ റിസൈലന്റ് ഐലൻഡ് നേഷൻ എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവ് വരുന്നത്. ഇത് മെയിനായിട്ട് ഐലൻഡ് നേഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ ധാരാളം ഈ ഐലൻഡ് നേഷനാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. സോ അവർക്കൊരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരുന്ന ചിലപ്പോൾ ചില സൈക്ലോൺസ് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആണെങ്കിൽ അത് അത്രയും അഫക്റ്റഡ് ആവില്ല. സോ അതുകൊണ്ടൊരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണിത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ആണ്. ഗ്ലാസോയിൽ വെച്ചിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. നൗ മൂവിംഗ് ഓൺ ടു ദി ഫോർത്ത് ക്വസ്റ്റ്യൻ. Former cricketer Peter Philpott passed away in October 2021. Which country does he belongs to? അദ്ദേഹം ഏത് കൺട്രിക്കാരനായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയ. അദ്ദേഹം ഓസ്ട്രേലിയ ഓൾറൗണ്ടർ ആയിരുന്നു. Now moving on to the fifth question. In the Under-14 World Kickboxing Championship in Cairo, Egypt, Tajmul Islam from India won the gold medal. Which of the following states she comes from? Under-14 കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തജ്മുൽ ഇസ്ലാം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ശ്രീനഗറിൽ നിന്നാണ് വരുന്നത്. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, കാശ്മീർ. കാശ്മീരിലുള്ള ശ്രീനഗറിൽ നിന്നാണ് കുട്ടി വന്നത്. അർജൻറ്റീനയാണ് ആ കുട്ടി ഫൈനലിൽ തോൽപ്പിച്ചത്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, കാശ്മീർ. നൗ മൂവിംഗ് ഓൺ ടു ദി സിക്സ്ത് ക്വസ്റ്റ്യൻ. Observed on 2nd November, what is the theme of the National Ayurveda Day? National Ayurveda Day 2021 തീം എന്താണ് ക്വസ്റ്റ്യൻ. ആയുർവേദ ഫോർ പോഷൻ. ഈ തവണത്തെ നാഷണൽ ആയുർവേദ ഡേയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഫോർ പോഷൻ എന്നാണ്. നാഷണൽ ആയുർവേദ ഡേ, ഈ തവണത്തെ നാഷണൽ ആയുർവേദ ഡേ November 2 ധന്വന്തരി ഡേ ആണ് എല്ലാ വർഷവും നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീമാണ് ആയുർവേദ ഫോർ പോഷൻ.
2016 ധന്വന്തരിയുടെ നാഷണൽ ആയുർവേദ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 2016 മുതലാണ് നാഷണൽ ആയുർവേദ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. So our option is option C, Ayurveda for Poshan. Now moving on to the 7th question. To monitor the development and implementation of PM Gati Shakti National Master Plan, who headed the 20-member committee of the Empowered Group of Secretaries? ആരാണ് 20-member ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസിൻ്റെ കമ്മിറ്റിനെ ഹെഡ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് ഗോബയാണ് അവരെ ഹെഡ് ചെയ്യുന്നത്. PM Gati Shakti National Master Plan, PM Gati Shakti National Master Plan എന്ന് പറയുന്നത് ഒരു 100 lakh crore ഇതൊരു 100 lakh crore പ്ലാൻ ആണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വഴി ലോജിസ്റ്റിക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വഴി ലോജിസ്റ്റിക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാൻ്റെ മെയിൻ എയിം. ഇത് രാജീവ് ഗോബയാണ് ഹെഡ് ചെയ്യുന്നത്. സോ our option is option C, രാജീവ് ഗോബ. Now moving on to next question. Approved by the Union Government, what is the interest rate for Employment Provident Fund for Financial Year 21? Financial Year 21 Employment Provident Fundൻ്റെ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. 8.5. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ട് 8.5 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്. സോ our option is option B, 8.5. Now moving on to next question. For the Oxford English Dictionary's Word of the Year 2021, which of the following word was declared? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വേർഡ് ഓഫ് ദി ഇയറിൽ ഏത് വേർഡാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നതെന്നാണ്. വാക്സ്. Oxford Dictionary Word of the Year ആണ് wax. So our option is option C, wax. Now moving on to last question. To teach students the basic phrases in 22 Indian languages, what is the name of the initiative launched by the Union Minister of Education? Scheme name Bhasha Sangam എന്നാണ്. ഈ സ്കീമിൽ 22 ഇന്ത്യൻ ലാംഗ്വേജസ് സ്കൂൾ ചിൽഡ്രൻസിനെ പഠിപ്പിക്കും. ഇത് ലോഞ്ച് ചെയ്തത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കീഴിലാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തേക്കുന്നത്. ഈ സ്കീം അനുസരിച്ച് 22 ഇന്ത്യൻ ലാംഗ്വേജസ് കുട്ടികളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ബേസിക് യൂസേജിനുള്ള ഇതായിരിക്കും 22 ലാംഗ്വേജസിൽ അവരെ പഠിപ്പിക്കാം. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, ഭാഷാ സംഘം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.